വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ നെയ്മത്തി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മത്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 10-12 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വലിപ്പമുള്ളതെല്ലാം ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുമുണ്ട്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. നെയ്മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികളെല്ലാം ഒന്ന് മിക്സായി ഇതെല്ലാം ചേർത്തൊരു കുഴമ്പ് പരുവത്തിൽ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്ത ശേഷം ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ഈ ഒരു ഫോമിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കുന്നോ മീൻകറിക്ക് അത്രയും നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിൽ ചേർത്ത് കൊടുത്ത ഈ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി കിട്ടണം. അതുപോലെ തന്നെ തക്കാളിയും എല്ലാം ഇതിൽ ഒന്ന് യോജിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പീസ് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മീൻകറി തയ്യാറാക്കുമ്പോൾ കുടംപുളി തന്നെ ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇത് നല്ല നെയ്യുള്ള മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കൂടുതലിട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. നെയ്മത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഉള്ളി വഴറ്റി ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കുറച്ചധികം കുരുമുളക് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെയ്യുടെ ആ ഒരു സ്മെല്ല് മുമ്പിൽ നിൽക്കുകയില്ല. ഇനി ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തിള വന്ന ശേഷമാണ് ഇതിലേക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ കൂടി മറക്കരുത്. ഇപ്പോൾ മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ വളരെ കുറച്ചാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്മത്തി ആയതുകൊണ്ട് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഒരു 15 മിനിറ്റിന് ശേഷം മീൻകറി ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.